കാഞ്ഞങ്ങാട് ആർട്ട് ഫോറത്തിന്റെ നാടകോത്സവത്തിന് തുടക്കമായി. രാജ് റെസിഡൻസിയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നാടകം കാണാനെത്തിയ ആളുകളും മുൻകാല നാടക പ്രവർത്തകരും നാടകവേദികളിൽ സജീവമായുള്ളവരും സാംസ്കാരിക പ്രവർത്തകരും ചേർന്ന് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ആർട്ട് ഫോറം സംഘടിപ്പിക്കുന്ന നാടകോത്സവത്തിന് തുടക്കമായി. രാജ് റെസിഡൻസിയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നാടകം കാണാൻ എത്തിയ ആളുകളും മുൻകാല നാടക പ്രവർത്തകരും ഇപ്പോൾ നാടകവേദികളിൽ സജീവമായി നിൽക്കുന്നവരും സാംസ്കാരിക പ്രവർത്തകരും ചേർന്ന് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. നാട്ടിലെ നാടക പ്രവർത്തകർക്കും മറ്റു ജില്ലകളിലെ മികച്ച നാടകങ്ങളും കോർത്തിണക്കിയാണ് ഈ വർഷത്തെ നാടകോത്സവം നടക്കുന്നത്. 5 ദിവസങ്ങളിലായി നടക്കുന്ന നാടകോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ കാഞ്ഞങ്ങാട് ജനനിയുടെ ചൂട്ട്, 2ാം ദിനത്തിൽ അമ്പലപ്പുഴ സാരഥിയുടെ നവജാത ശിശു വയസ്സ് 84, 18-ന് തിരുവനന്തപുരം അജന്തയുടെ വംശം, 19-ന് തിരുവനന്തപുരം സൗവർണികയുടെ താഴ്വാരം, 20-ന് തിരുവനന്തപുരം നവോദയയുടെ സുകുമാരി എന്നീ നാടകങ്ങളാണ് അരങ്ങേറുന്നത്. നാടകാസ്വാദകരെ പ്രതിനിധീകരിച്ച നാടക പ്രവർത്തക അമ്മിണി ചന്ദ്രലയം, മാധ്യമ പ്രവർത്തകൻ അരവിന്ദൻ മാണിക്കോത്ത്, സാംസ്കാരിക പ്രവർത്തകൻ സുകുമാരൻ പെരിയച്ചൂർ, നാടക സംവിധായകൻ രമേശൻ മടിയൻ, ചിത്രകാരൻ മോഹനചന്ദ്രൻ എന്നിവർ വിളക്ക് കൊളുത്തി. ചടങ്ങിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത PV രഘുനാഥനെ ആർട്ട് ഫോറം പ്രസിഡന്റ് P സുരേഷ് മോഹൻ ഉപഹാരം നൽകി ആദരിച്ചു. ആർട്ട് ഫോറം കാഞ്ഞങ്ങാട് അരങ്ങൊരുക്കുന്ന 13ാമത് നാടകോത്സവത്തിന് ഇന്ന് തിരിതെളിയുകയാണ്. ജനങ്ങൾ ചേർന്നാണ് ഈ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. തികച്ചും ജനകീയമായ ഒരു നാടകോത്സവമാണ്. ഈ വർഷത്തെ പ്രത്യേകത പ്രാദേശിക കലാസംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ജനനി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന ചൂട്ട് എന്ന നാടകമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. സെക്രട്ടറി ചന്ദ്രൻ അലാമിപ്പള്ളി സ്വാഗതവും ട്രഷറർ B സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. എല്ലാ ദിവസവും നാടകത്തിന് മുന്നോടിയായി നാടകഗാനങ്ങളുടെ ആലാപനവും നാടകത്തിന് ശേഷം നാടകത്തെക്കുറിച്ചുള്ള അവലോകനവും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.